വീഡിയോ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. മുരുകൻ അങ്കിള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. ഇപ്പം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പം മരണം നടന്നിട്ടിപ്പം എത്ര ദിവസമാണോ? 8-9 ദിവസമായി. സഞ്ചാന്യം ഒക്കെ കഴിഞ്ഞു. 14-ാം തീയതിയാണ് മരിക്കുന്നത്. അതായത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് മരണപ്പെടുന്നത്. ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അവർ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിലും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ടൊന്നും കണ്ടാലും പറയത്തില്ലല്ലോ. അത്രയ്ക്കും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആർക്കാ എന്തുവാ എപ്പോഴാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കായാൽ പോലും നാളെ എന്തും എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, പാരൻസിനോടായാലും നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോവുക, പ്രോപ്പറായിട്ട് ചെക്കപ്പ് ചെയ്യുക, അതിന് വേണ്ടുന്ന മെഡിസിൻസ് കഴിക്കുക. ഇല്ലേമാ? ആരും പോകത്തില്ല. പലരും അത് മാറ്റി മാറ്റി വെക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. അങ്ങനെ അതങ്ങ് മാറും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിലേറ്റീവ്സിനോട് പറയുക, അല്ലെങ്കിൽ മക്കളോട് പറയുക, കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് വേണ്ടുന്ന പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുമുള്ളവർക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. ഇപ്പം പാരൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മക്കൾക്കായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ദയവ് ഇത് ഹോസ്പിറ്റലിൽ പോയി അതിന് പ്രോപ്പറായിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യുക. ഇവിടെ ആയാലും നീ ആയാലും പറയും മാസത്തിൽ ഒരിക്കൽ പോയി ഒരു ചെക്കപ്പ് നടത്താനും ചെയ്യണം. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷകർത്തൊക്കെ പോകൂല. മെയിൻ കാര്യം എങ്ങനെയാണ്, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളൊരു 1 വർഷത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലേ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുക. ഇപ്പൊ പിന്നെ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് വെച്ചാൽ കൊളസ്ട്രോൾ പോയി നോക്കും. കൊളസ്ട്രോൾ, ഷുഗർ അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പോയി നോക്കും. അത് വരുമ്പോ നമുക്ക് അങ്കിളിന് ഇതിനു മുമ്പും അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത്. എനിക്കൊന്നു അവർ ഗൾഫിൽ എന്തോ ആയിരുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. അത് എനിക്കൊന്നൊരു 7-8 വർഷം മുമ്പായിരുന്നു. പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ആയാലും എന്തോ കുറേ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക് മരണപ്പെട്ടു, ദുരൂഹതയുണ്ട്, തംബ്നെയിലൊക്കെ വെച്ചിട്ട് ഞാൻ കരയണ മാതിരിയൊക്കെ എഡിറ്റ് ചെയ്ത്, ഞാൻ മറ്റേ ജോളോ ചുപ്പിന് ചലഞ്ച് ചെയ്തൊക്കെ അതൊക്കെ വെട്ടി തംബ്നെയിലാക്കി ഞാൻ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ തംബ്നെയിലൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അത് പറയാമല്ലോ. പക്ഷെ മിക്കരും ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കുറേ കണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു വിഷമാണ്. ഇത് കാണുന്ന